ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. കല്ലാർ എസ്റ്റേറ്റിൽ വെച്ച് കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. യാത്രക്കാരുമായി പോകുമ്പോഴാണ് പടയപ്പയുടെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് RRT അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തുകയായിരുന്നു. നിലവിൽ ജനവാസ മേഖലയ്ക്കടുത്ത് പടയപ്പ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം വന്യമൃഗ ആക്രമണത്തിൽ സർക്കാരിനെതിരെ ഇടുക്കി രൂപത രംഗത്തെത്തി. നിഷ്ക്രിയമായ ഭരണകൂടമാണ് നാട്ടിലുള്ളത് എന്നുള്ള വിമർശനമാണ് രൂപത ഉന്നയിച്ചത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വിവരങ്ങൾ. വൈകുന്നേരം 9 മണിയോടുകൂടിയാണ് പടയപ്പയുടെ ആക്രമണം വീണ്ടും ഉണ്ടായത്. മൂന്നാർ കല്ലാർ എസ്റ്റേറ്റിലാണ് കാട്ടാന ആക്രമണം നടത്തിയത്. ഈ യാത്രക്കാരുമായി എത്തിയ ഓട്ടോയ്ക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ഈ ആന വരുന്നത് കണ്ട് ഈ ഓട്ടോയിലുള്ളവർ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഇവിടെ ഈ യാത്രക്കാർ ഇറങ്ങി ഓടിയതിലൂടെ ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ആന ഓട്ടോ ആക്രമിച്ച് ഓട്ടോയുടെ മുൻഭാഗം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരും അതുപോലെ തന്നെ RRT സംഘവും ചേർന്നാണ് നിലവിൽ ഇപ്പോൾ ആനയെ തുരത്തിയിട്ടുള്ളത്. ആന ഇപ്പോഴും ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഇടുക്കി ജില്ലയിൽ ഈ ഒരു വന്യമൃഗാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇടുക്കി രൂപത സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസ്താവനകളിലൂടെയാണ് ഈ ഒരു കാര്യം, ഈ ഒരു വിയോജിപ്പ് പ്രധാനമായും ഇടുക്കി രൂപത അറിയിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് പ്രകാരമാണ് വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം. വനം വകുപ്പ് മന്ത്രിയുടെ പരമ പുച്ഛമാണുള്ളത്. ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന ഒരു രീതിയിലൂടെയാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. നിഷ്ക്രിയമായ ഭരണകൂടമാണ് നാട്ടിലുള്ളത്. വന്യമൃഗ ആക്രമണത്തെക്കാൾ അത് ഭീതിജനകമാണെന്നാണ് രൂപത പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അത്യന്തം ഖേദകരം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് നിലവിൽ സംസ്ഥാനത്താകമാനം നടക്കുന്നത് എന്നും പ്രധാനമായും ഇടുക്കി രൂപത പറഞ്ഞു വെക്കുന്നു. കൂടാതെ ആവശ്യമെങ്കിൽ കർഷക സമരവുമായി രംഗത്തിറങ്ങുമെന്നുള്ളൊരു മുന്നറിയിപ്പും നിലവിൽ ഇടുക്കി രൂപത നൽകുന്നുണ്ട്.